മനുഷ്യർക്ക് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട മൃഗങ്ങളിൽ ഒന്നാണ് കടുവകൾ. അതുകൊണ്ട് തന്നെ പല സിനിമകളിലും കഥകളിലും കാർട്ടൂണുകളിലും കടുവകളുടെ സാന്നിധ്യം കഥാപാത്രങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവയെല്ലാം തന്നെ വളരെയധികം പ്രശസ്തവുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ലോകത്ത് മുഴുവനും ഫാൻസുകളെ സൃഷ്ടിച്ച ഒരു കടുവയുണ്ടായിരുന്നു. ഈ കടുവയെ കാണാൻ വേണ്ടി മാത്രം 80 കോടിയോളം രൂപയാണ് ആളുകൾ വർഷം തോറും ചിലവാക്കിയത്. മച്ചലി എന്ന ഒരു ബംഗാൾ ടൈഗർ ആയിരുന്നു ഇത്. ആ കടുവയെ പറ്റിയാണ് അല്ലെങ്കിൽ മച്ചലിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1997 രാജസ്ഥാനിലെ രണ്ടൻബോർ നാഷണൽ പാർക്കിലെ മച്ചലി 1 എന്ന പെൺകടുവയുടെ 3 മക്കളിൽ ഒരാളായാണ് മച്ചലി ജനിക്കുന്നത്. മുഖത്തെ മീനിനോട് സാമ്യമുള്ള അടയാളമുള്ളതുകൊണ്ടാണ് ഹിന്ദിയിൽ മത്സ്യമെന്ന് അർത്ഥം വരുന്ന മച്ചലി എന്ന പേര് ഈ കടുവയ്ക്ക് ലഭിച്ചത്. ഇതല്ലാതെ T16 എന്ന ഒരു കോഡ് നാമവും ഇവൾക്കുണ്ട്. സമാനമായി ഒരു അടയാളം അവളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മച്ചലി എന്നറിയപ്പെട്ടിരുന്നത് അവളുടെ അമ്മയായിരുന്നു. എന്നാൽ 2002 BBC മച്ചലിയുടെ ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഈ പേര് യഥാർത്ഥ മച്ചലിയുടെ കുട്ടിക്ക് ലഭിക്കുന്നതും അമ്മക്കടുവയുടെ പേര് മച്ചലി 1 എന്നായതും. അമ്മക്കടുവയെ പോലെ അടയാളം മാത്രമല്ല, പകരം ശക്തിയും മച്ചലിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 കുട്ടികളിൽ ഏറ്റവും സമർത്ഥയായതും മച്ചലി തന്നെയായിരുന്നു. ഏകദേശം 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ മച്ചലി സ്വന്തമായി വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് 1999 ചില സാഹചര്യങ്ങളാൽ മച്ചലിക്ക് തൻ്റെ അമ്മയെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. ആ സമയം തൻ്റെ അമ്മയുടെ അധീനതയിലുണ്ടായിരുന്ന ചില സ്ഥലവും മച്ചലി ഭരിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം അമ്മയായ മച്ചലി 1ന്റെ മരണത്തോടെ 3 തടാകങ്ങൾ വരെ ഉൾക്കൊള്ളുന്നത്ര വലിയ ടെറിട്ടറിയുടെ അധികാരിയായും ഏറ്റവും വലിയ ടെറിട്ടറിയുള്ള ഫീമെയിൽ കടുവയായും മച്ചലി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദ ലേഡി ഓഫ് ദ ലേക്സ് എന്ന വിളിപ്പേരും അവൾ സ്വന്തമാക്കി. തുടർന്ന് 2000ന്റെ മധ്യത്തോടെ രണ്ടൻബോറിലെ ഏറ്റവും വലുതും ശക്തനുമായ ബാംബുറാം എന്ന ആൺകടുവയുമായി ഇണചേർന്ന് 3 കുട്ടികൾക്ക് അവൾ ജന്മം നൽകി. സുന്ദരി എന്ന പെൺകടുവയും ബ്രോക്കൺ ടെയിൽ എന്നും സ്ലാൻഡിയർ എന്നും പേരുള്ള 2 ആൺകടുവകളുമായിരുന്നു അത്. ശേഷം 2001 ഡിസംബറോടെ ഈ കുട്ടികൾ മച്ചലിയിൽ നിന്നും പിരിയുകയും ചെയ്തു. അതുവരെ മറ്റുള്ള കടുവകളിൽ നിന്നും വ്യത്യസ്തമായി മച്ചലി ബാംബുറാമിനെ തൻ്റെയും കുട്ടികളുടെയും അടുത്ത് തന്നെ നിർത്തി അവർക്ക് സംരക്ഷണം നൽകിയിരുന്നു. എന്നാൽ മറ്റുള്ള പെൺകടുവകളിൽ ഇത്തരം സ്വഭാവം കണ്ടുവരുന്നതല്ലായിരുന്നു. നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ മച്ചലിയുടെ സംരക്ഷണത്തിലായിരിക്കവേ തന്നെ ബാംബുറാം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം മരിക്കുകയുണ്ടായി. തുടർന്ന് നിക്കിയർ എന്ന ബാംബുറാമിനേക്കാൾ ശക്തിയേറിയതും വലുപ്പമുള്ളതുമായ മറ്റൊരു കടുവയുമായി ഇണചേരുകയും 2002 ഏപ്രിലോടെ 2 കുട്ടികൾക്ക് കൂടി ജന്മം നൽകുകയും ചെയ്തു. എന്നാൽ അതൊന്നുമല്ല മച്ചലിയെ ലോക പ്രശസ്തിയാക്കിയത്. അത് 2003 ഒരു സംഭവമായിരുന്നു. 3 തടാകങ്ങൾ തൻ്റെ പരിധിയിലുണ്ടായിരുന്നിട്ട് കൂടി ആ വർഷത്തെ വരൾച്ച എല്ലാ ജീവികളെയും വളരെയധികം ബാധിച്ചു. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുതലകളും മറ്റ് ജീവികളും എല്ലാം തന്നെ ഈ ചെറിയ ജലസ്രോതസ്സിനടുത്തായാണ് താമസിച്ചിരുന്നത്. ഇത് മച്ചലിക്ക് നല്ലൊരു കാലമായിരുന്നു എന്ന് പറയാം. കാരണം അധികം പരിശ്രമിക്കാതെ തന്നെ വെള്ളം കുടിക്കാൻ എത്തുന്ന ജീവികളെ വേട്ടയാടി ഭക്ഷണമാക്കാൻ ഇവൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് മച്ചലി വേട്ടയാടിയ ഒരു സാമ്പാർ ഡിയറിനെ 14 അടിയോളം വലിപ്പമുള്ള മഗർ ഇനത്തിൽപ്പെടുന്ന ഒരു മുതല തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇത് മച്ചലിക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് തന്നേക്കാൾ വലിയ മുതലെ നേരിടാൻ തന്നെ തീരുമാനിച്ച് മച്ചലി ഇറങ്ങി പുറപ്പെട്ടു. തന്നേക്കാൾ വലുതായിട്ടും ശക്തിയേറിയ പുറംചട്ട ഉണ്ടായിരുന്നിട്ട് കൂടി മച്ചലി മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ 2 പല്ലുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ആ മുതലെ അവൾ വകവരുത്തി. ഈ രംഗം ആദിത്യ സിംഗ് എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പകർത്തിയതിലൂടെയാണ് മച്ചലി എല്ലാവരുടെയും ഹീറോയായി മാറിയത്. ഇതിനു മുമ്പും നിരവധി ഡോക്യുമെന്ററികൾ മച്ചലിയെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നൽകാത്തത്ര ഫെയിമാണ് ഈ ഒരൊറ്റ ഫോട്ടോയിലൂടെ മച്ചലിക്ക് ലഭിച്ചത്. ശേഷം ക്യൂൻ ഓഫ് ദ രണ്ടൻബോർ ലേക്സ് എന്നും ക്രൊക്കഡൈൽ കില്ലർ എന്നും വിളിപ്പേര് മച്ചലിക്ക് ലഭിച്ചു. തുടർന്നും സാഹസികപരമായ പല വേട്ടകളും മച്ചലി തുടർന്നു. ഇതിൽ വേറെയും 2 മുതലകളെ കൊന്നതും ഉൾപ്പെടുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരുന്നു 2009 നടന്ന ഒരു യുദ്ധം. തൻ്റെ അവസാനത്തെ ഇണയായ സിത്താരയുമായിരുന്നു അത്. മെയിൽ ടൈഗറിന്റെ അതിർത്തിയിൽ ഇരപിടിക്കാനായി നോക്കുമ്പോഴായിരുന്നു മച്ചലി തൻ്റെ 12ാം വയസ്സിൽ ഈ പോര് നടത്തിയത്. 1 മിനിറ്റിൽ താഴെ മാത്രം നിലനിന്ന ഈ പോരിൽ തന്നെക്കാൾ വലിയ തൻ്റെ ഇണയുടെ മുന്നിൽ മച്ചലി തോറ്റു കൊടുക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യപ്പെട്ടു എന്നതാണ് കൗതുകകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ട കടുവയായി മച്ചലി മാറി. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ടോ മനുഷ്യന്റെ മുന്നിൽ വരുന്നത് കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടും മച്ചലിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. ഇതെല്ലാം കൊണ്ട് തന്നെ മച്ചലിയുടെ പ്രശസ്തി വാനോളം ഉയർന്നു. പിന്നെ ഒരു സാഹചര്യത്തിൽ മച്ചലിയെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും വേണ്ടി മാത്രമായി ടൂറിസ്റ്റുകൾ നാഷണൽ പാർക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിലൂടെ ഇന്ത്യക്ക് ഓരോ വർഷവും 10 ദശലക്ഷം രൂപയോളമാണ് മച്ചലിയിൽ നിന്നും മാത്രം വരുമാനമായി ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ പെൺകടുവകൾ ഒരു ജീവിത കാലയളവിൽ 2 മുതൽ 3 പ്രാവശ്യം മാത്രമാണ് പ്രസവിക്കാറുള്ളത്. എന്നാൽ മച്ചലി 1999 മുതൽ 2006 വരെയുള്ള കാലയളവിൽ 5 തവണയാണ് പ്രസവിച്ചത്. ഇതിലൂടെ 11 കുട്ടികളും അവൾക്കുണ്ടായി. ഇത് കാരണം 2004 15 കടുവകൾ ഉണ്ടായിരുന്ന ഇവിടെ 2014 എത്തുമ്പോഴേക്കും 50 കടുവകളായി ഉയർന്നു. ഇതിൽ പാതിയിൽ കൂടുതൽ മച്ചലിയുടെ പരമ്പരയിലുള്ള കടുവകളായിരുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മച്ചലിക്ക് ക്യൂൻ മദർ ഓഫ് ടൈഗർ എന്ന പേരും ലഭിച്ചു. ഈ വർഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല.
മച്ചലി ജനിച്ചത് 1997-ലാണ്. നമ്മൾ അവസാനമായി 2014 വരെയുള്ള കണക്ക് പറയുമ്പോഴും 17 വയസ്സോളം പ്രായമുള്ള അവൾ രണ്ടൻപൂരിലെ രാജ്ഞിയായി തന്നെ വാഴുകയായിരുന്നു എന്നതാണ് സത്യം. ശരാശരി ഒരു കടുവയ്ക്ക് വനത്തിൽ 10 മുതൽ 15 വർഷം വരെ ആയുസുള്ളൂ. എന്നാൽ മച്ചലി അതും മറികടന്നു. തുടർന്ന് തനിക്ക് ശേഷം തന്റെ അതിർത്തി കാക്കാൻ തന്റെ തന്നെ മകളായ സുന്ദരി 2015 ഒക്ടോബർ 22-ന് മച്ചലിയുമായി ഒരു യുദ്ധം നടത്തി. തന്റെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും വാർദ്ധക്യം മറ്റൊരു പോരിൽ സമ്മതിക്കാത്തതുകൊണ്ടും സുന്ദരി അതിൽ ജയിച്ചു. എന്നിരുന്നാലും രണ്ടൻബോർ കോട്ടയുടെ പരിസരത്ത് തന്നെ മച്ചലി ശിഷ്ടകാലം കഴിച്ചു. എന്നാൽ തന്റെ പ്രദേശത്ത് തന്നെ വേട്ടയാടാൻ പോലും ശക്തി അവളെ അനുവദിക്കുന്നില്ലായിരുന്നു. ഈ സമയത്തോടെ മച്ചലിയുടെ 4 കെനൈൻ പല്ലുകളും അവർക്ക് നഷ്ടമായിരുന്നു. അതും മച്ചലിയെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. മുതലയുമായി യുദ്ധം നടത്തി 2 പല്ലുകൾ പോയതിനു ശേഷവും വീര്യം ചോരാതിരുന്ന മച്ചലിയുടെ പല്ലുകളെല്ലാം വാർദ്ധക്യം കൊഴിച്ചു കളഞ്ഞു. ഇരുട്ടിലും തീക്ഷ്ണമായ കണ്ണുകളെ സമയം മറയിട്ടു മൂടി. 1000 അടികൾക്കപ്പുറം നട്ടുവെച്ച ചെവികളെ കാലം കാലിനടിയിൽ ഒതുക്കി. അങ്ങനെ അവൾക്ക് പതിയെ കാഴ്ചയും കേൾവി നഷ്ടപ്പെട്ടു തുടങ്ങി. 2014 മുമ്പ് തന്നെ വേട്ടയാടാൻ പ്രയാസം നേരിട്ട മച്ചലിക്ക് വനപാലകർ തന്നെയായിരുന്നു ആഹാരം നൽകിയിരുന്നത്. എന്നാൽ ആ വർഷത്തിന്റെ തുടക്കം തന്നെ അവളെ തന്റെ സ്ഥിര സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നില്ല എന്നത് ആശങ്കയ്ക്ക് കാരണമായി. ശേഷം ഏതാണ്ട് 200ഓളം വനപാലകർ അവൾക്കായി മാത്രം 1 മാസത്തോളം തിരച്ചിൽ നടത്തി. തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ അവൾ ഒരു ഗുഹയിൽ തണുപ്പിനെ അതിജീവിക്കാനായി കൂടിയതാണെന്ന് അവർ കണ്ടെത്തി. ആ സമയം മുഴുവൻ മച്ചലി സ്വന്തമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് അവർക്ക് അത്ഭുതകരമായി തോന്നി. തുടർന്ന് 2016 ആയപ്പോഴേക്കും മച്ചലിയുടെ അവസ്ഥ കൂടുതൽ വഷളായി. ഈ അവസരത്തിൽ വൈദ്യസഹായം പോലും നൽകുവാൻ റതംബോറിലെ ഉദ്യോഗസ്ഥർക്ക് പ്രയാസമായിരുന്നു. കാരണം ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകൾ പോലും അവളുടെ ജീവൻ കവരാനുള്ള സാധ്യതയുണ്ട് എന്നവർ ഭയന്നിരുന്നു. ശേഷം ആഹാരം കഴിക്കാനുള്ള ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് വെള്ളം മാത്രം കുടിക്കുന്നത്ര അവശയായി അവൾ മാറി. തുടർന്ന് 2016 ആഗസ്റ്റ് 18-ന് തന്റെ 19-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ കടുവയായി, ഏറ്റവും പ്രശസ്തയായ കടുവയായി മച്ചലി രന്തംബോറിനെ വിട്ടുപിരിഞ്ഞു. ലോകത്തിലെ എല്ലാ കടുവാ സ്നേഹികൾക്കും മച്ചലിയെ അറിയാവുന്ന ഓരോ ആളുകൾക്കും തീരാ നഷ്ടമാണ് ആ ദിനം സമ്മാനിച്ചത്. ഒരു കടുവ എന്താകണമെന്നും എങ്ങനെയാകണമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത അതുല്യമായ ഒരു ജന്മമായിരുന്നു മച്ചലിയുടേത്. ശേഷം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് പരമ്പരാഗത ഹൈന്ദവ ആചാരങ്ങളോടെ ഒരു റാണിക്കെന്ന പോലെ പൂർണ്ണ ബഹുമതിയോടെയാണ് അവളെ സംസ്കരിച്ചത്. ഇതിനു മുമ്പ് തന്നെ 2013-ൽ മച്ചലിയോടുള്ള ആദര സൂചകമായി മച്ചലിയുടെ ഫോട്ടോ പതിച്ച പോസ്റ്റൽ സ്റ്റാമ്പും ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയിരുന്നു. അതുപോലെ തന്നെ ട്രാവൽ ഓപ്പറേറ്റർ ഫോർ ടൈഗേഴ്സും മച്ചലിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. അതുപോലെ തന്നെ 2019-ലെ 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ് മച്ചലിയുടെ ജീവചരിത്രമായ ദ മോസ്റ്റ് ഫേമസ് ടൈഗർ എന്ന ഡോക്യുമെന്ററിക്ക് ലഭിക്കുകയും ചെയ്തു.